ക്യാമറയുടെ ലോകത്തുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ലൈറ്റുകളുടെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് മുൻപ് ഭയങ്കര ഹെവി ആയിട്ടുള്ള വളരെ ഹ്യൂജ് സൈസിലുണ്ടായിരുന്ന ലൈറ്റുകളുടെ സ്ഥാനത്ത് ഇപ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങ് വെളിച്ചം തരുന്ന കനം കുറഞ്ഞ ലൈറ്റുകൾ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. സൈസിൽ ചെറുതായി, വെയിറ്റ് കുറഞ്ഞു, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായി. അത്തരം ലൈറ്റുകളുടെ ഒരു പുതിയ ലോകം തന്നെ വന്നു കഴിഞ്ഞു സിനിമയിൽ. നമുക്ക് ആ പുതിയ ലൈറ്റുകളെ കുറിച്ച് ഒന്ന് ചോദിക്കാം. ഇതെന്താ ലൈറ്റ്? ഇത് ഡിഡോ ലൈറ്റ്സ്. ഇത് എங்கே யூஸ் பண்ணது? இது சின்ன ரூமில் ஆர்டிஸ்ட் ஃபேஸில் போட்டு ஸ்பாட் பண்ணி ஃபேஸ் மட்டும். இது காருக்குள்ள எல்லாம் ஷூட் பண்ணும்போது இதாக யூஸ் பண்ணால் டிங்ஷன் லைட் வேணும், டிங்ஷன் யூஸ் ഇത് ഡിഡോ ലൈറ്റ് ടങ്സ്റ്റൺ ലൈറ്റാണ്. ഇത് റൂമിനകത്തൊക്കെ ലൈറ്റപ്പ് ചെയ്യാൻ ഉപയോഗിക്കും. ഒരാളുടെ ഫേസ് മാത്രം ഒരു ക്ലോസപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഈ ലൈറ്റ് ഉപയോഗിക്കാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സൈസ് വൈസ് ഇത് വളരെ ചെറുതായി. ഈ ലെവലിലുള്ള ഒരു ലൈറ്റ് പണ്ട് ആയിരുന്നെങ്കിൽ ഒരു ഇത്ര വലുപ്പം ഉണ്ടാവും, ഒരു 1 kV ലൈറ്റ് എന്നൊക്കെ. ഇത് എவ்வளோ ഇത് இருக்கும் kV சொல்ல முடியுமா? 200 வரும் சார். 200 കാറിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ ഇത് ഉപയോഗിക്കും. ചെറിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ലൈറ്റാണ് ഡിഡോ. ഡാർക്ക് റൂമിൽ ഓൺലി ഫേസ് மட்டும் ഡാർക്ക് റൂമിൽ സ്പോട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ ഈ ലൈറ്റ് ഉപയോഗിക്കും. ഇല്ല, ഇത് ഡിമ്മ ബ്രൈറ്റ് ഒന്നും பண்ண முடியாது. எப்படி பண்ணுங்க? ஸ்ட்ராங் பண்ணலாம் அப்படியே. அப்போ ஸ்ட்ராங் ஆகி அப்படியே ஷார்ட் பண்ணலாம். இது ஸ்கோப் இருக்கு, லென்ஸ் ஸ்கோப் மாதிரி போட்டோ என்ன வேணுமோ அதை இது பண்ணிக்கலாம். ഷട്ടർ மாதிரி വെച്ച് ഷട്ടർ மாதிரி സ്കോപ്പ് മാതിരി എല്ലാം ഇருக்கு. ഇത് ഈ ലൈറ്റിനുള്ള ഇപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ചില സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് ബ്രൈറ്റർ ആക്കാം, ഇത് ലൈറ്റർ ആക്കാം, കുറച്ചും കൂടി ചെറുതാക്കാം, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാം. ഇതിന് ചില കട്ടറുകൾ വയ്ക്കാം, ചില സ്കോപ്പ് പോലെ ഫ്രെയിം ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ ഈ ലൈറ്റുകളിൽ വന്നിട്ടുണ്ട്. ഈ ലൈറ്റും ടങ്സ്റ്റൺ ലൈറ്റാണ്. ഇതൊരു 300 വാട്ട്സാണ് ഇതിൻ്റെ ഇത്. ഇപ്പോൾ പഴയകാല ലൈറ്റിംഗ് സങ്കല്പം തന്നെ മാറി. മുമ്പ് ലൈറ്റ് ചെയ്യുന്നതിന് ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ മാറി. അതായത് ഇതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അതാണ്. ഒരു ചെറിയ മുറിയിൽ ഒരു തെർമോക്കോളിലേക്കൊക്കെ ഇത് അടിച്ച് ബൗൺസ് ചെയ്തിട്ടൊക്കെ ചെറിയ ഫിൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ സൈസ് ചെറുതായതുകൊണ്ടുള്ള ഒരു വലിയ കംഫർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിൽ വരാതെ കവർ ചെയ്തൊക്കെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. വലിയ ലൈറ്റുകളാകുമ്പോൾ അത് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. വളരെ ഫേസിന് അടുത്ത് വയ്ക്കുക. ഇത് താരതമ്യേന ചൂട് കുറവാണ്. മറ്റേ പഴയ മിനി ബ്രൂട്ട് ലൈറ്റിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ സൈഡൊക്കെ പൊള്ളി പോകും. ഈ ലൈറ്റ് നമ്മൾ നേരത്തെ കണ്ട ഇത് 300 വാട്ട്സിൻ്റെ ലൈറ്റായിരുന്നു. ഇത് അതിൻ്റെ പകുതി 150 വാട്ട്സാണ്. ടങ്സ്റ്റൺ ലൈറ്റ് തന്നെയാണ്. ഇത് അതിനേക്കാൾ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചില പ്രോപ്പർട്ടീസിൻ്റെ മീതെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില പ്രത്യേക ഒരു ഫോട്ടോയിലേക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഒരു ചെറിയ സ്പോട്ട് പോലെയൊക്കെ ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഓരോ ലൈറ്റും ഓരോ ക്യാമറാമാൻ്റെ കയ്യിൽ പുതിയ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടുക. അപ്പോൾ ഇത് ഡയറക്റ്റ് വെച്ച് ഈ ബാൻഡോർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ലൈറ്റിനെ കൺട്രോൾ ചെയ്യാം. ഇത് ബാൻഡോർ തന്നെ ഇത് സ്ഥലം. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇതിനെ ചുരുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ വരുന്ന ലൈറ്റിൻ്റെ ഷേപ്പ് മാറ്റാം. சார் இது வந்து ஜோக்கர் பாக்ஸ், இது டோனல் பாக்ஸ். இது வந்து இன்னும் கிளாத் போட்டு, அம்பர்லா கிளாத் போட்டு ரொம்ப சாஃப்டாக யூஸ் பண்ணிக்கலாம். ഈ ലൈറ്റിൻ്റെ പേര് ജോക്കർ ബഗ് എന്നാണ്. ജോക്കർ ബഗിൻ്റെ പ്രത്യേകത ഇതിനൊരു ബൂസ്റ്റർ പോലെ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ നോബ് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രൈറ്റ് ആക്കാം, സോഫ്റ്റ് ആക്കാം. ഇതാണ് അതിൻ്റെ സ്വിച്ച്, ഓൺ ചെയ്യുന്ന സ്വിച്ച്. ഇതിൽ ബൾബുകൾ മാറ്റി ഉപയോഗിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത്. ഈ ബൾബ് മാറ്റിയിട്ട് ഇതിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റും. ഈ ബൾബ് മാറ്റുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലൈറ്റിൻ്റെ വ്യത്യാസം വരും. നമുക്കത് നോക്കാം.
ഇത് ജോക്കർ ബഗിൻ്റെ പുതിയ അവതാരമാണിത്. നേരത്തെ കണ്ടത് ആദ്യത്തെ ഒരു രീതി. ഇപ്പോൾ ഈ സാധനം ടീക്ക് എന്നാണ് ഇതിനൊരു പറയുന്നത്. ഈ കുഴൽ പോലെയുള്ള ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് അവിടെ സ്പോട്ട് ചെയ്യും. ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് മൂവ് ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ആ ഫോട്ടോയിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഈ ലൈറ്റ് ഈ കുഴൽ പോലെയുള്ളത് ഉപയോഗിക്കും. മുഖം പൊള്ളിക്കുന്ന പഴയ ലൈറ്റുകളുടെ കാലം കഴിഞ്ഞു. ഇതിപ്പോൾ കൂൾ ലൈറ്റുകളുടെ കാലമാണ്. ചൂടില്ലാത്ത കൂൾ ലൈറ്റുകളുടെ കാലമാണ്. പഴയ നടന്മാരോടും നടിമാരോടും നമുക്ക് സഹതപിക്കാം. കാരണം അവർക്ക് ഇതിൻ്റെ ഭാഗ്യം കിട്ടിയിട്ടില്ല. അവരൊക്കെ മിനി ബ്രൂട്ടിൻ്റെ തീച്ചുകൂടത്ത് നിന്നിട്ടാണ് വർക്ക് ചെയ്തത്. ഇത് കിനോഫ്ലോ എന്ന് പറയുന്ന ലൈറ്റാണ്. കിനോഫ്ലോയ്ക്ക് 4 ട്യൂബുകളുണ്ട്. 4 ബാങ്ക്സ് കിനോഫ്ലോ ആണിത്. സാധാരണ കിനോഫ്ലോയുടെ നീളം എന്ന് പറയുന്നത് 4 ഫീറ്റ് വരും. 4 അടി നീളം ഉണ്ടാവും. 4 ഫീറ്റ് കിനോഫ്ലോ 4 ബാങ്ക്സ് കിനോഫ്ലോ 4 ഫീറ്റിൻ്റെ ഉണ്ടാവാറുണ്ട്. ഇത് അതിൻ്റെ മിനിയാണ്. ഇത് 2 ഫീറ്റാണ് ഇതിൻ്റെ നീളം. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് 4 അടിയുള്ള ആ ലൈറ്റ് കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ ലൈറ്റാണ് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിലിപ്പോൾ ബ്ലൂ ലൈറ്റാണ് ഇതിലുള്ളത്. ഇത് ടങ്സ്റ്റൺ ലൈറ്റും ഉപയോഗിക്കാം. ടങ്സ്റ്റൺ ബൾബ് ആകുമ്പോൾ ഈ ട്യൂബുകൾ മാറ്റിയിട്ട് ബ്രൗൺ കളറിലുള്ള റെഡ് കളറിലുള്ള ലൈറ്റുകൾ മാറ്റി ഇടും. സാധാരണ ട്യൂബ് ലൈറ്റ് നോക്കുന്ന സമയത്ത് ട്യൂബ് ലൈറ്റിൽ ചിലപ്പോൾ പച്ച വരും, പിങ്ക് വരും, അതൊക്കെ വരുന്നതുകൊണ്ട് ആ ട്യൂബ് ലൈറ്റിനെ പെർഫെക്റ്റ് ചെയ്തതാണ് കീനോഫ്ലോ. സോ ആ കീനോഫ്ലോയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെറും ഡൊമസ്റ്റിക് പവറിലേക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ കീനോഫ്ലോയിൽ അഡ്വാൻറ്റേജ് വരുന്നു. പക്ഷേ കീനോഫ്ലോയിൽ പലവരും പറയും അത് അവിടെ പച്ച ലൈറ്റ് വരുന്നു, ഇത് വരുന്നു. ആൻഡ് ആൾക്കാർ ടെക്നോളജിയിൽ നിന്ന് പേടിക്കുകയാണ്. ദറ്റ് ഇസ് സെയിങ് കീനോഫ്ലോ യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ക്യാമറമാൻമാർ കീനോഫ്ലോ യൂസ് ചെയ്യുന്ന സമയത്ത് ദേ ഷുഡ് ഹാവ് എ കളർ ടെമ്പറേച്ചർ മീറ്റർ. കളർ ടെമ്പറേച്ചർ മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് മെജൻറ്റ ഷിഫ്റ്റ് എന്താണ്, ഗ്രീൻ ഷിഫ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, ഞാൻ സുന്ദരനായില്ലേ? ഈ വെളിച്ചം എന്നെ കൂടുതൽ സുന്ദരനാക്കുന്നു. നമുക്കിതിലേലും സൗന്ദര്യമുണ്ട്, പക്ഷേ ഇത് കുറച്ചുകൂടി സുന്ദരനാക്കും. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ പേര് ബാർ ഫ്ലൈ എന്നാണ്. ബാറിലെ ഫ്ലൈ. ഇതിൻ്റെ ഉദ്ദേശം ഈ പറയുന്ന പോലെ ആളുകളെ സുന്ദരനാക്കലൊക്കെ തന്നെയാണ് ഇതിൻ്റെ പണി. ഇതിന് ഈ ഫ്രണ്ടിലുള്ള ഈ നെറ്റ്, ഈ തേൻകൂടിൻ്റെ അറകൾ പോലെ കാണുന്നതിന് ഗ്രിറ്റ് എന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ കിടക്കുന്നത് വാം ലൈറ്റാണ്. വാം ലൈറ്റ് മാറ്റിയിട്ട് നേരത്തെ നമ്മൾ കിനോഫ്ലോ മിനി കിനോഫ്ലോയിൽ കണ്ടതുപോലെയുള്ള ബ്ലൂ ലൈറ്റുകൾ മാറ്റിയിടാൻ പറ്റും. ഈ ട്യൂബുകൾ ഇതിൽ മാറ്റാൻ പറ്റും. ഇതിൻ്റെ ബാർ ഫ്ലൈ എന്നാണ് പറയുന്നത്. ബാർ ഫ്ലൈ 200 എന്നാണ് പറയുന്നത്. ബാറിൽ പോകുന്ന ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇത് DC-യിലും വർക്ക് ചെയ്യും, ബാറ്ററിയിൽ വർക്ക് ചെയ്യും ഈ ലൈറ്റ്. അപ്പോൾ പ്രത്യേകിച്ച് ജനറേറ്ററോ മറ്റ് കാര്യങ്ങളോ കൊണ്ടുപോകാൻ സൗകര്യമില്ലാത്ത സ്ഥലത്ത്, കറണ്ട് കണക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് ഒരു ബാറ്ററി കയ്യിലുണ്ടെങ്കിൽ ഇവൻ വെച്ച് സുന്ദരമായിട്ട് വർക്ക് ചെയ്യാം. അതാണ് വിത്ത് ബാറ്ററി സെറ്റപ്പ്. ബാർ ഫ്ലൈ ഇസ് എ വെരി ഗുഡ് ഫ്ലൈ. ഇത് പോക്കറ്റ് പാർ എന്ന് പറയുന്ന ലൈറ്റാണ്. പോക്കറ്റ് പാർ ഇത് 200 ആണ്. ഇതിൻ്റെ 200 വാട്ട്സ് ആണ് ഇതിൻ്റെ ഇതിപ്പോൾ ഫുൾ ബ്രൈറ്റിലാണുള്ളത്. ഇപ്പോൾ ഇത് തിരിക്കുമ്പോൾ ഇത് സോഫ്റ്റായി. സ്ട്രോങ് ആക്കണമെങ്കിൽ എന്താ, സ്ട്രോങ് ആൻഡ് ഫോക്കസ്ഡായി. ഇനിയും ഡിമ്മും ബ്രൈറ്റും ആക്കാൻ പറ്റും ഇതിൻ്റെ സ്റ്റെബിലൈസർ. പോക്കറ്റ് പാറിൻ്റെ പ്രത്യേകത, പോക്കറ്റ് പാർ ഇതിന് വേറൊരു ഗുണം, ഇത് AC-യിലും DC-യിലും വർക്ക് ചെയ്യും. ഇത് 5 kV ടങ്സ്റ്റൺ ലൈറ്റാണ്. സാധാരണ HMI ഒക്കെ HMI പാർ ലൈറ്റ്സ് എല്ലാം ബ്ലൂ കളറാണ്. ഇത് വാമായിരിക്കും, വാം കളറാണ്. ഈ 5 kV ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മുൻപ് ജൂനിയർ എന്ന് പറഞ്ഞൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ലൈറ്റായിരുന്നു ജൂനിയർ ലൈറ്റ് 2 kV ആണ്. 2000 വാട്ട്സ് ആണ് ഉണ്ടായിരുന്നത്. ഇത് അതേ സ്ഥാനത്ത് അതിൻ്റെ 4-1 ഭാരമില്ല, 4-1 സൈസില്ല. പക്ഷേ അത് എത്രയോ മടങ്ങ് കൂടുതൽ ഉണ്ട്. ഇത് 5 kV ആണ്. 5 kV ലൈറ്റാണത്. ഇത് നമുക്ക് സോഫ്റ്റ് ആക്കുകയും ബ്രൈറ്റ് ആക്കുകയും ചെയ്യാൻ പറ്റും ഈ ലൈറ്റിന്. ഇത്
പാർ ലൈറ്റാണ്, 1.8 പാർ എന്നാണ് ഇതിന് പറയുക. ഇതിന് കണ്ടൻസർ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്. 5 തരം ഫിൽറ്റേഴ്സ് ഇതിൽ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും. ഈ ലൈറ്റ് നമുക്ക് സോഫ്റ്റ് ആക്കുകയും സ്ട്രോങ് ആക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ലൈറ്റ് സോഫ്റ്റ് ലൈറ്റിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മളത് സ്ട്രോങ് ആക്കുകയാണ്. ഇപ്പോൾ ഫുൾ സ്ട്രോങ് ആയി. ബൂസ്റ്ററിലും നമുക്ക് സോഫ്റ്റും സ്ട്രോങ് ആക്കാൻ പറ്റും. ഇതിൽ ചെയ്യുന്നതിന് കൂടാതെ അതിലും സോഫ്റ്റും സ്ട്രോങ് ആക്കാൻ പറ്റും. ഈ ബൂസ്റ്റർ കാണുമ്പോൾ എനിക്ക് പഴയ സിനിമ HMI ലൈറ്റിൻ്റെ ബൂസ്റ്ററാണ് ഓർമ്മ വരുന്നത്. കാരണം അന്ന് 1-2 പേര് ചേർന്നിട്ട് പൊക്കിക്കൊണ്ടുവന്നിരുന്ന ഒരു ബൂസ്റ്ററായിരുന്നു. ഇപ്പോൾ അത് ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രൂപത്തിലായി. പഴയ നമ്മളുടെ ലൈറ്റ്മാൻമാരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ആദരപൂർവ്വം അനുസ്മരിക്കണം. കാരണം അവർ വലിയ ജൂനിയർ ലൈറ്റുകളും വലിയ HMIകളും ഒക്കെ താങ്ങിയെടുത്ത് ഈ പ്രകാശവിന്യാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്.